സൂപ്പറാണ് കേട്ടോ അല്ലേ, നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് കൺട്രീസിലൊക്കെ, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എന്തുകൊണ്ടാണ് സർക്കാർ പ്ലാൻ ചെയ്തത്? നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസ സൗകര്യങ്ങൾ എത്രത്തോളം ഇല്ല പലയിടത്തും, അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, കോവിഡ് ഘട്ടത്തിലായിരുന്നല്ലോ നമ്മുടെ ഗവൺമെൻറ് വന്നത്. യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ല ആ സമയം? കോവിഡ് കുറഞ്ഞെങ്കിൽ യാത്ര ചെയ്യാനുള്ളൊരു ഭയങ്കര പേടിയുണ്ട്. അധികം ആളുകൾ കുടുംബമായിട്ട് ഒക്കെ യാത്ര ചെയ്യാം. അപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകൾ വരാൻ ഇങ്ങനെയൊരു കൺസെപ്റ്റ് നല്ലതാണ്. യാത്ര, സുരക്ഷിതമായ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു നില ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ ഫാമിലി ആളുകളാണോ കൂടുതലും ഇങ്ങനെ ബുക്ക് ചെയ്യും? ഫാമിലി ആളുകൾ മാത്രമല്ല, ഫ്രണ്ട്സൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ചില തടസ്സങ്ങളുണ്ട്, അത് മാറ്റണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്താൽ ബെസ്റ്റാവും. കുറച്ചുകൂടി കാരവൺ പാർക്കുകൾ വരണം. പിന്നെ ഒക്കെ ഇങ്ങനത്തെ വലിയ വണ്ടി വേണമെന്നില്ല, ചെറിയ 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 കാരവണുകളുണ്ട്, ചെറിയ വഴികളിലൂടെ പോകാൻ പറ്റുന്നത്. അങ്ങനത്തെ കാരവണാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൂടി ഇപ്പോൾ നമ്മൾ ഒരു കാരവൺ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവരും. മിനിസ്റ്റർ ഇങ്ങനെ പുറത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തോന്നിയത് ഏതാ? ഞാൻ ടൂറിസം മന്ത്രിമാർക്ക് സാധാരണ നന്നായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഞാനത് അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 10-15 കൊല്ലത്തെ ടൂറിസം മന്ത്രിമാരുടെ യാത്ര പരിശോധിച്ചാൽ ഞാൻ അത്ര മുന്നിലല്ല. പക്ഷേ കുറേയേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പോയ സ്ഥലങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദുബായ് ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുറച്ചുകൂടി ക്ലീൻ ആണെന്ന് തോന്നുന്നു അവിടെയൊക്കെ. നമ്മളും നല്ല ക്ലീനാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ജനങ്ങൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നുള്ള ഒരു കടലാസ് പോലും നിലത്തിടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മളവിടെ ഒരു പ്രശ്നമില്ല. കടലാസ് തുടങ്ങിയിട്ട് പിന്നെ കൈ കിട്ടുന്ന എന്തും നിലത്തിടും. അതൊരു വലിയ കുറ്റവും തെറ്റായിട്ടാണ്. നമ്മളൊരു കൾച്ചർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഹരിയും കുറെയൊക്കെ യാത്ര ചെയ്യുന്ന എനിക്ക് ഈ പറഞ്ഞ പോലെ ഷോസിന് വേണ്ടി ലാസ്റ്റ് വിയന്നയിലായിരുന്നു പോയത്. അതൊരു ബേസിക് ആണ് അവിടുത്തെ. എല്ലാവരും അവരവരുടെ സ്വന്തം വീട് പോലെയാണ് എന്താണെങ്കിലും നോക്കുന്നതും. ടൂറിസ്റ്റുകൾ, അതിഥികളും അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ജനങ്ങൾ ആതിഥേയ മര്യാദയോടെ സ്വീകരിക്കുന്നവരും അത് തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവണം. എന്നാലും പിന്നെ ആള് വരും. ആ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്താലും ജന്മത്ത് പിന്നെ വരില്ല. ഒരു തവണ വന്നെടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഈ കോവിഡിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ടൂറിസം മെച്ചപ്പെട്ടില്ലേ? ടൂറിസം മെച്ചപ്പെട്ടു. നമുക്ക് ഇനി അടിമുടി മാറ്റം ഇനിയും വരണം. നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം. കേരളത്തിന്റെ ഭാവി ടൂറിസമാണ്. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധി ഉണ്ട്. അപ്പം അതിന് നമ്മൾ ആകെ ഒരു മാറ്റം വരുത്തണം. നമുക്കിപ്പോൾ കേരളത്തിൽ പോകാൻ പറ്റാത്തൊരു ഇടമില്ല. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇത്ര ചെറിയൊരു സ്റ്റേറ്റിൽ കടലുണ്ട്, കായലുണ്ട്, പുഴയുണ്ട്, മലയോരം ഒക്കെ ഉണ്ട്, പിന്നെ ഇടനാടുകൾ, ഇങ്ങനെ എല്ലാ കോമ്പിനേഷനുമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ജനങ്ങൾ ടൂറിസത്തിലെ ഒരു വെൽക്കമിങ് നേച്ചറോടുകൂടി ടൂറിസ്റ്റുകളെ കാണുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കണം.